أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا قوم ما لي يدعوكم إلى النجاة وتدعونني إلى النار. تدعونني لأكفر بالله وأشرك به ما ليس لي به علم. أنا أدعوكم إلى العزيز الغفار. لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. فستذكرون ما أفوض لكم وسأقول لكم ما أفوض عن أمري إلى الله إن الله بصير بالعباد. وقاه الله سيئات ما مكروا وحاق بآل فرعون رسولا وسوء العذاب. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة ادخلوا آل فرعون أشد العذاب. وإذ يتناجون في النار فيقول الضعفاء للذين استكبروا إنا كنا لكم طبعا فهل أنتم معرضون عنا نصيبا من النار. قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ഗാഫിറിൽ നിന്നുള്ള 41 ആയത്ത് മുതൽ 49 ആയത്ത് കൂടിയ വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഗാഫിർ സൂറത്തിൽ തന്നെയുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ആയത്തുകൾ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മക്കാ ജീവിതത്തിലെ ആദ്യ ഭാഗങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണ്. ഈ ഭാഗം ഇസ്ലാമിൻ്റെ ദഅവത്ത്, അതുപോലെ ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് ഇവയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇങ്ങനെ തുടങ്ങുന്നു: യാ ഖൗമി, ജനങ്ങളെ, മാലി, നിങ്ങൾക്ക് എന്തു പറ്റി? അതോർക്കും, ഞാൻ നിങ്ങളെ വിളിക്കുന്നു, ഇലൻ നജാത്തി, രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്നു.
തദഊനനി ഞാൻ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഇലന്നാർ നരകത്തിലേക്ക് വിളിക്കുന്നു. വളരെ വ്യക്തമാണ് ആലോചന, കാര്യങ്ങൾ. യാ ഖൗമി, എന്റെ ജനങ്ങളെ, മാലി നിങ്ങൾക്ക് എന്ത് പറ്റി, അതോർക്കും ഞാൻ നിങ്ങളെ വിളിക്കുന്നു നജാത്തി രക്ഷയുടെ മാർഗത്തിലേക്ക്. തദഊനനി നിങ്ങൾ എന്നെ വിളിക്കുന്നു ഇലന്നാർ നരകത്തിന്റെ ഭാഗത്തിലേക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കീ കാലഘട്ടത്തിൽ ജനങ്ങളെ എങ്ങനെ വിളിക്കുന്നു എന്നും മുസ്ലിക്കുകളും കാഫിറില്ലാത്തതുമായ ആളുകളെ അവര് എങ്ങനെയാണ് ജനങ്ങളെ വിളിക്കുന്നതെന്നും ഈ ആയത്തുകൾ വിശദീകരിക്കുന്നു. യാ ഖൗമി, ജനങ്ങളെ, ആദി നിങ്ങൾക്ക് എന്ത് പറ്റി, അതോർക്കും ഞാൻ നിങ്ങളെ വിളിക്കുന്നു നജാത്തി രക്ഷയുടെ മാർഗത്തിലേക്ക്. തദഊനനി നിങ്ങൾ എന്നെ വിളിക്കുന്നു ഇലന്നാർ നരകത്തിന്റെ ഭാഗത്തേക്ക്. വളരെ വ്യക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 കൊല്ലമായി അവർക്കിടയിൽ അല്ലമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ദഅവ സംബന്ധിച്ചും മറ്റൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകന് ദഅവത്തിലെത്തിക്കാൻ ആവശ്യം കിട്ടിയത്. അത് എത്ര വ്യക്തമാണ് ഈ ആയത്ത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. തദഊനനി നിങ്ങൾ എന്നെ വിളിക്കുന്നു, തദഊനനി നിങ്ങൾ എന്നെ വിളിക്കുന്നു അക്ഫറ ബില്ലാഹി അള്ളാഹുവിനെ ശിർക്ക് വെക്കാൻ. അക്ഫറ ബില്ലാഹി അള്ളാഹുവിനെ ശിർക്ക്, അള്ളാഹുവിനെ ഇസ്ലാമിന്റെ വ്യവസ്ഥകളിൽ എതിര് വിളിക്കാൻ. അക്ഫറ എന്നെ അക്ഫറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിഷേധിക്കാൻ, ബില്ലാഹി അള്ളാഹുവിനെ നിഷേധിക്കാൻ ഞാൻ വിളിക്കുന്നു. ശിരിക ബിഹി എന്നെ പങ്കു ചേർക്കാനും, മാലേസലൊക്കെ ബിഹി എൽമുൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ. വാന അതോർക്കും ഞാൻ നിങ്ങൾ വിളിക്കുന്നു ഇലൻ അസീസിൽ ഗഫാർ, ഇലൽ അസീസ് അജയ്യനായ അള്ളാഹുവിലേക്ക് വിളിക്കുന്നു. അൽ ഗഫാർ ധാരാളമായി പുറത്തു കൊടുക്കുന്ന അവനിലേക്കുമാണ് വിളിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ശിർക്കിലേക്കും കുഫ്രിലേക്കും വിളിക്കുന്നു. അതേസമയത്ത് മുശ്രിക്കുകളാകട്ടെ അവര് മുഹമ്മദ് നബിയെ തെറ്റായ മാർഗത്തിലേക്ക്, കുഫ്രിലേക്ക്, ശിർക്കിലേക്ക് ഒക്കെ വിളിക്കുന്നു. ഇതാ വ്യത്യാസം. ലാ ജറമ, നിസ്സംശയം, അന്നമാ തദഊനനി നിങ്ങൾ എന്നെ വിളിക്കുന്നു ഇലൈഹി അതിലേക്ക്. ലൈസ ലഹു ദഅവത്തുൻ അതിന് വിടുവില്ല, ഫിദ്ദുന്യ ദുന്യാവില് വലാ ഫിൽ ആഖിറ പരലോകത്തിലും. വഅന്ന മറദ്ദന തീർച്ചയായും അതിന്റെ വഴി ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ്. ഇന്നൽ മുസ്രിഫീന തീർച്ചയായും അക്രമികളായ ആളുകൾ അസ്ഹാബുന്നാർ അവർ നരകവാസികളാണ്. അപ്പൊ നരകവാസികളായ ആളുകൾ സ്വർഗത്തിലേക്കല്ല വിളിക്കുന്നത്, മറിച്ച് നരകത്തിലേക്കാണ്. ലൈസലഹു മിൻ ദഅവത്തുൻ എന്നെ ഒരു ദഅവത്തും ഇല്ല ഫിദ്ദുന്യ ദുന്യാവില് വലാ ഫിൽ ആഖിറത്തി പരലോകത്തിലേക്കും. അന്ന മറദ്ദന നമുക്കുള്ള മടക്കം ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ്. അന്നൽ മുസ്ലിഫീൻ അക്രമികളായ ആളുകൾ അസ്ഹാബുന്നാർ അവർ നരകവാസികളാകുന്നു. ഫസതദ്കുറു ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, മാ ഖൂലക്കും നിങ്ങളോട് ഞാൻ പറയുന്നു, വഫവ്വിദു അംരി ഞാൻ സഹായപ്പെടുത്തുകയും ചെയ്യുന്നു ഇലല്ലാഹി അള്ളാഹുവിലേക്ക്. ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു ബസീറുൻ അവൻ കാണുന്നവനാകുന്നു. ബിൽ ഇബാദ് ജനങ്ങളെ നല്ല നിലക്ക് ഞാൻ വിളിക്കുന്നു. തെറ്റായ മാർഗത്തിലേക്കാണ് അവരെന്നെ വിളിക്കുന്നത്.
ബസീറും ബിൽ ഇബാദ്, ബസീറുൻ അവരുടെ കാഴ്ച, ബിൽ ഇബാദ് ജനങ്ങളെ കാണുന്നു. അങ്ങനെ അവർ വിളിക്കുന്നത് ഇലല്ലാഹി, ഞാൻ വിളിക്കുന്നതാവട്ടെ ഇലല്ലാഹി അള്ളാഹുലേക്കാണ്. അപ്പോ അംജി ഇലല്ലാ, ഞാൻ അള്ളാഹുലേക്കാണ് വിളിക്കുന്നത്. ഇന്നല്ലാഹൻ സേം അള്ളാഹു ബസീറിൻ, അവൻ കാണുന്നവനാകുന്നു. ജനങ്ങളെ കാണുന്നവനാ വിളിക്കാണ്. അള്ളാഹു ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നു. സയ്യിആത്തിൻ, തിന്മകളിലേക്ക് മാമക്കരു തന്ത്രങ്ങളിലേക്ക് ഹാക്കബിഹിം, അവര് ഞങ്ങളെ വിളിക്കുന്നു. ഫിരാവിൻ പ്രതിനിധികളെ സൂഅൽ അദാബ്, ചീത്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ വിളിക്കുന്നു. ഫിരാവുൻ വിളിക്കുകയാണ്. ഫിരാവ് ആരാണല്ലോ മൂസാ നബിയുടെ ശത്രു. ആ മൂസാ നബിയുടെ ശത്രുവും അങ്ങനെയുള്ള ഫിരാവ് സൂഅൽ അദാബ്, ചീത്ത ശിക്ഷയിലേക്ക് വിളിക്കുന്നു. അന്നായി, നരകത്തിലേക്ക്. യോറവീന, അവര് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അലിഹ, അതിലേക്ക്. അതുവൻ സൃഷ്ടികളെ, ഉതുവൻ ധിക്കാരികളെ, വാശീയൻ പാപികളെയും ധിക്കാരികളെയുമായ വിളിക്കുന്നു. സാത്ത്, അന്ത്യനിമിഷം, അന്ത്യദിവസം സാത്ത് നിലനിൽക്കും. അദ്ഖിലൂ, നിങ്ങൾ പ്രവേശിക്കുക. ആല ഫിരാവന, ഫിരാൻ പ്രതികളെ, അസദ്ദിൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക്. ആ കഠിനമായ ശിക്ഷയിലേക്കാണ് ഇവർ വിളിക്കുന്നത്. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്പകൽ വ്യത്യാസമില്ലാതെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആലഫിരാവിന അസദ്ദൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് അവർ വിളിക്കുന്നു. ഇത് യതഹാജ്ജൂന, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഫിന്നാർ, നരകത്തിലേക്ക്. അവർ പറയുന്നു അല്ലാഹു, ദുർബലരായ ആളുകളെ ആളുകളോട് പറയുന്നു. ഇല്ലവീനസ്തക്വരു, മേധാളന്മാരായ ആളുകളോട് പറയുന്നു. ഇന്നാ പിന്നാലക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് തബാൻ പിന്തുടരുന്നവരാകുന്നു, ആളുകളാകുന്നു. ഫഹൽ അന്തും, നിങ്ങളാണോ മുഅ്മിനൂന പ്രതികരിക്കാൻ പ്രയാസപ്പെടുന്നവരാണല്ലോ. നസീബമ്മിനല്ല, നരകത്തിൽ നിന്നുള്ള ഒരു ഓഹരി, ആ നരകത്തിൻ്റെ ഒരു ഓഹരിയാണ് അവർക്ക് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് ഇസ്ലാമിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നേരിന്റെ മാർഗത്തിലേക്കാണ്. ആ നേരിന്റെ മാർഗത്തിലാണ് പിടിക്കുന്നത്. നിങ്ങൾ നമുക്ക് ഇരിക്കുന്നു ഭിന്നായ നരകത്തിലേക്ക്. ദുർബലരായ ആളുകൾ പറയുന്നു. ഇല്ലദീന ഇസ്തക്ബറു, മേധാളന്മാരായ ആളുകൾ പറയുന്നു. അന്നാ, തീർച്ചയായും ഞങ്ങൾ തബാൻ, നിങ്ങളെ ഞങ്ങൾ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലന്തും, നിങ്ങളാണോ മുഅ്മിനൂന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അന്നാ നസീബം മിനന്നാർ, തീർച്ചയായും ഞങ്ങൾ നരകത്തിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാലല്ലദീന ഇസ്തക്ബറു, അഹങ്കാരികളായ ആളുകൾ, മേധാളന്മാരായ ആളുകൾ,
ഇന്നാ കുല്ലും ഫീഹ, അവരെല്ലാവരും, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഖദ് ഹക്കമ, അവൻ വിധിച്ചിരിക്കുന്നു, ബൈനൽ ഇബാദ്, ജനങ്ങൾക്കിടയിൽ വിധിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഖദ് ഹക്കമ ബൈനൽ ഇബാദ്, ജനങ്ങൾക്കിടയിൽ അവൻ വിധിച്ചിരിക്കുന്നു, ജനങ്ങൾക്കിടയിൽ വിധിച്ചിരിക്കുന്നു, ഖദ് ഹക്കം വിധിച്ചിരിക്കുന്നു, ബൈനൽ ഇബാദ്, ജനങ്ങൾക്കിടയിൽ അവൻ വിധിച്ചിരിക്കുന്നു. വഖാലല്ലദീന ഫിന്നാർ, നരകത്തിലുള്ള ആളുകൾ പറയുന്നു, ഈ ഹസനത്ത് ജഹന്നമ, അവരെ നരകത്തെ സൂക്ഷിക്കുന്നവരോട്, ഉദൂ, നിങ്ങൾ വിളിക്കുക, റബ്ബക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹു വിളിക്കുക, യുഖഫിഫ്, അവന്റെ വിഭജിച്ചിട്ട്, തങ്ങളിൽ നിന്ന്, യൗമൻ മിനൽ അദാബ്, നരകത്തിൽ നിന്നുള്ള ശിക്ഷ. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് വളരെ വ്യക്തമായി ചില ആയത്തുകളിൽ വളരെ എളുപ്പമായി പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഗൗരവത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഇവരെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകന്മാരിലൂടെ ഇറക്കപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് അത് മുറുകെ പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിതത്തിൽ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അവരെ വിളിക്കുന്നു, ദഅവത്തുക്കും ഇലൻ നജാത്ത്, രക്ഷയുടെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. തദഊനനി ഇലന്നാർ, നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കും ക്ഷണിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ വിളി നിങ്ങളെ തൗഹീദിന്റെ മാർഗത്തിലേക്കാണ്, പ്രയാസത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അങ്ങനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമൊക്കെ വ്യക്തമായി നിങ്ങൾ ഞാൻ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ നരകത്തിലേക്ക് വിളിക്കുന്നു. തദഊനനി അക്ഫറ, ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കാമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തദഊനനി, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു, അക്ഫറ ബില്ലാ, അള്ളാഹുവിൽ കുഫ്ർ വെക്കാൻ, ശരിക്ക ബിഹി, അവനിൽ ശിർക്ക് ചെയ്യാനും. എന്ന് പറഞ്ഞാൽ അവര് ചെറുപ്പം മുതൽക്ക് തന്നെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കാനും പൂജിക്കുവാനും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അറിയാത്തവരെല്ലാം. അതേക്കും ഞാൻ നിങ്ങളെ വിളിക്കുന്നു ഇരൽ അസീദുൽ ഗഫാർ, അജയ്യനായ അള്ളാഹുവിലേക്ക്. അജയ്യനായ ഗഫാർ എന്ന എല്ലാം പുറത്തു കൊടുക്കുന്നവനായ അള്ളാഹുവിലേക്ക് തന്നെയാണ് വിളിക്കുന്നത്. ഈ വിളി മറക്കാതെ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ മാർഗത്തിലേക്കാണ് പ്രവാചകനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.